ഫൈസൽ കോട്ടക്കൽ. ഞാൻ യൂനുസ് ഭായ് ഉണ്ട്. ഹായ്. ഇത് കുറച്ച് സംഭവം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഗതി പറയാനാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവം ചെയ്തിട്ട് സക്സസ് ആയ സംഭവം അറിയിക്കാനാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓരോ വീട്ടിലും ഈ വീഡിയോ കാണുന്ന ആളുകളുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. ഷുഗർ വന്നു കഴിഞ്ഞാൽ ബാക്കി രോഗങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് പിന്നെ ഷുഗർ എങ്ങനെ ഒഴിവാക്കാം എന്നതിന് റിവേഴ്സ് ചെയ്യാം, ഷുഗർ എങ്ങനെ കുറക്കാം. അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരാളായിരുന്നു യൂനുസ് ഭായ് കോട്ടക്കൽ, എൻ്റെ നാട്ടുകാരൻ. ഇന്ത്യനൂരല്ലേ? ചൂനൂരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സംഗതിയുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ഒന്നുമില്ല കേട്ടോ, മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളും ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങളും വരും. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഷുഗർ ഇല്ലെങ്കിലും എന്തൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഉറക്കം കിട്ടും, അതേപോലെ തന്നെ ആരോഗ്യത്തിന് ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് പിന്നെ കുറക്കാനും ഇല്ലാതാക്കാനും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും തട്ടി മാറ്റരുത്, അവസാനം വരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് ഉപകരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള ആളുകൾക്കും ഇൻഫർമേഷൻ കൊടുക്കുക. എനിക്ക് തന്നെ തോന്നുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനത്തെ മില്ലറ്റുകൾ അല്ലേ, ഇത് മില്ലറ്റുകളാണ്, ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ. മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് ഈ സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞെടുത്തേ. ഇത് സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാല് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പേൾ മില്ലറ്റ് എന്നാണ്. പേൾ മില്ലറ്റ് അതുപോലെ നമ്മളിവിടെ പച്ചച്ചോളം എന്നൊക്കെ പറയും. പച്ചച്ചോളം, കമ്പ് എന്നൊക്കെ പറയും. ആളുകൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പച്ചച്ചോളം എന്ന് പറയും. പക്ഷെ ഇത് ഇന്ന് സത്യത്തിൽ ഈ വീഡിയോസ് ഇപ്പോൾ ചെയ്യുമ്പോഴും ഇതിനെ കുറിച്ച് പറയുമ്പോഴും ജനങ്ങൾ എന്താ പറയുന്ന അറിയോ, ഇതൊക്കെ പക്ഷികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ലേ. സംഭവം ശരിയാണ്. ഇന്ന് പണ്ടുള്ള കാലത്ത് ഒരു 40 വർഷം മുന്നേ നമ്മളെ ഇവിടെയുള്ള ആളുകളെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷണ രീതിയാണിത്. നമുക്കൊന്നും ഓർമ്മയില്ല. ഈ ജനറേഷനിൽ സംഭവം ഇല്ല, അറിയില്ല. പക്ഷേ ഈ സാധനങ്ങൾ ഇവിടെ കിട്ടും, അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതെന്താ അറിയോ ഞങ്ങൾ വിളിക്കാൻ കാരണം, ഇന്ന് ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഷുഗർ എന്ന രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മരിക്കുന്നത് വരെ ഗുളിക കുടിച്ചോണ്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, 100% തെറ്റിദ്ധാരണയാണത്. ഷുഗർ എന്ന രോഗം ഒരു തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മരുന്ന് വേണ്ട എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞത് പേൾ മില്ലറ്റ്, പിന്നെ 2 ഇത് തിന ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, പിന്നെ 3 ഇത് ചാമ. 4 ഈ സാധനങ്ങള് ഇത് നമ്മള് സാധാരണ എല്ലാവർക്കും അറിയുന്ന രാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. ഈ 4 എന്താ പറയാ ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതി. അതായത് പിന്നെ ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ അസുഖം മാറിയത്. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാണ് ഇത് സംഭവം? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ അവിടെ സ്കൂൾ ബസ് വെച്ചോട്ടെ, പറഞ്ഞോളൂ. ഞാൻ അവിടെ സത്യത്തിൽ ഞാൻ സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിരുന്നു. സ്കൂൾ ഡ്രൈവേഴ്സിൽ ആകുമ്പോൾ അതുപോലെ തന്നെ ടൂറിസ്റ്റും സ്കൂൾ ബസ്സും ഒക്കെ അവിടെ ഡ്രൈവറായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഞാൻ അബുദാബി STS ജെംസ് എഡ്യൂക്കേഷന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് ഡ്രൈവറായിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷത്തിലും മെഡിക്കൽ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കലാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ മെഡിക്കൽ കയ്യിലുണ്ട്. അപ്പം നമ്മൾ സാധാരണ എക്സസൈസും ഇല്ല, കാര്യങ്ങളും ഇല്ല, അതുപോലെ തന്നെ ഫുഡിൽ കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റിപ്പോർട്ട് വന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഡോക്ടറെ വിളിച്ചു. അപ്പൊ അങ്ങനെ ഷുഗർ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സിംപ്റ്റം എന്തായിരുന്നു, എന്ത് ലക്ഷണമാണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്ക് വേറൊരു വിഷയം ഉണ്ടായിരുന്നു, കണ്ണിന് ചെറുതായിട്ട് പ്രശ്നം വന്നിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ത് ഷുഗർ കൊണ്ടാണെന്ന്. കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും പോയി ചെക്ക് ചെയ്യില്ല. ഈ കമ്പനിന്റെ ഈ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് എല്ലാ വർഷവും ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഇങ്ങനെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്, ഏകദേശം മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സത്യം ഗൾഫിൽ നിന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അപ്പൊ തന്നെ 42. അപ്പൊ നമ്മളെ സാധാരണ നമ്മളൊരു മൈൻഡിലേക്ക് ഷുഗർ വന്നു എന്ന് പറഞ്ഞാല് നമ്മളെ ധാരണ എന്താ, ഒന്നൊരു ടെൻഷനായി പോയി, അങ്ങനെ വന്നുപോയി. എല്ലാവരും ധാരണ അതാണല്ലോ, ഷുഗർ വന്നാൽ പിന്നെ മാറൂല എന്നുള്ള ധാരണ. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഗവൺമെൻറ് ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സ്കൂൾ ബസ് ഓടിക്കാനുള്ള പാസ് കിട്ടുള്ളൂ, ബാധിക്കും. അപ്പോൾ ഭയങ്കരതായി പോയി. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി, അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഗുളിക കഴിച്ചേ പറ്റൂ. വേറെ ഡോക്ടറെ അടുത്ത്, അങ്ങനെ 4 ഡോക്ടറെ അടുത്ത് ഞാൻ ചുരുങ്ങിയത് പോയി. അങ്ങനെയാണ് ഈ ഷുഗർ വരാനുള്ള കാരണം എന്താണ്? ഒന്ന് ഡയറക്റ്റ് ഉള്ള ഷുഗർ,
ഉപയോഗം ബേക്കറി, അലുവ, കേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം 3 നേരം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ചോറ്, പിന്നെന്തൊക്കെ, ചപ്പാത്തി. ചപ്പാത്തിനെ പറയുമ്പോൾ പല ആളുകളും പറയും ചപ്പാത്തി ഡോക്ടർമാർ കഴിക്കാൻ പറയുന്നുണ്ടല്ലോ. ചപ്പാത്തി കഴിക്കാൻ പറയുന്നത് 1-2 ചപ്പാത്തി കഴിച്ച് നിർത്തുന്നു ഉദ്ദേശിച്ചിട്ടാണ്. ഓവറായി കഴിഞ്ഞാല് പിന്നെ ഇതും വീട്ടും കാർബോഹൈഡ്രേറ്റ് രണ്ടും കണ്ടന്റ് ഒന്നാ. ഓക്കെ. പിന്നെ അപ്പൊ പുട്ട്, അതുപോലെ ദോശ 3 നേരം കഴിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്. എന്താ ദോഷം സംഭവിക്കുന്നത്? അപ്പൊ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞോടെ ഞാൻ ചോദിച്ചു. കാർബോഹൈഡ്രേറ്റ് അത് ഞാൻ പറഞ്ഞില്ല. നമ്മളെ ഒരു മനുഷ്യന് കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യമാണ്. അഥവാ എനർജി തരാന്, അഥവാ മലയാളത്തിൽ പറഞ്ഞ അന്നജ അടങ്ങിയ ഫുഡ് അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ പാടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളത് എനർജി ആക്കിയിട്ട് കത്തിച്ച് കളയുന്നില്ല. അപ്പൊ നമ്മളെ ശരീരം സ്വയം എന്ത് ചെയ്യും, ആദ്യം കാണിക്കാൻ നമുക്ക് വെല്ലി ഫാറ്റ് ആണ്, അഥവാ ഇവിടെ അങ്ങനെ വരും. അപ്പോൾ ഇത് പിന്നെ ഇത് ഫാറ്റി ലിവർ, പിന്നെ ഈ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറും. നമുക്ക് ഈ ഷുഗർ വരുന്നത് എങ്ങനെ വെച്ചാൽ നമ്മളെ ഇൻസുലിൻ, നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന സാധനം ഉത്പാദിപ്പിക്കുമ്പോഴാണല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, ഉത്പാദിപ്പിക്കും. അപ്പോൾ ഇതിലൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ട് ബ്ലഡിന്റെ സർക്കുലേഷൻ അതിലേക്ക് ചെല്ലൂല, അത് പ്രവർത്തനം നിർത്തും. ഓക്കെ. എന്നിട്ട് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഷുഗർ വരുന്നത്. വ്യായാമം കുറവുണ്ട് ഒക്കെ കൂടായിട്ട് ഷുഗർ വരുന്നു. ഭക്ഷണമാണ് മെയിൻ റീസൺ എന്ന് പറയുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് എങ്ങനെ കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഫൈബർ, കാൽസ്യം, പ്രോട്ടീൻ, ഇത് നമുക്ക് അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഞാൻ നെറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കിയപ്പോൾ ഈ മില്ലറ്റിനെ കുറിച്ച് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഗുളിക സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഈ ഗുളിക കുടിച്ചിട്ടില്ല, ഗുളിക കുടിച്ചിട്ടില്ല. ഗുളിക ഞാൻ ഷുഗറിന് ഗുളിക. അതല്ല, ഇത് സാധാരണ ഈ ഷുഗർ കുറക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങൾ വേറെ ഒരു സപ്ലിമെന്റ് ഫുഡ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ യൂസ് ചെയ്തു. കമ്പനിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇല്ല. പക്ഷെ അതൊക്കെ സംഭവം എന്താ വെച്ചാൽ അത് കഴിക്കുമ്പോ ചെറിയൊരു മാറ്റം, അത് നിർത്തി കഴിഞ്ഞാൽ ഡബിൾ വരും. അപ്പൊ അത് ഗുളികന്റെ അതേമാതിരി ഇന്ന് ഇതിലേക്ക് വരും. എന്നിട്ട് അങ്ങനെ ഈ സാധനങ്ങൾ മനസ്സിലാക്കി, പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ മില്ലറ്റ് ഡേ നടന്നിരുന്നു. എന്റെ സ്കൂളിലൊക്കെ ആചരിച്ചിരുന്നു. ഞങ്ങള് കുട്ടികളെ കൊണ്ട് ഒരുപാട് മില്ലറ്റുകൾ കൊടുന്നു, അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. അന്നും പക്ഷെ നിങ്ങൾ പറഞ്ഞ സീരിയസ്നെസ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ല. നിങ്ങളെപ്പോലുള്ള ഒരാള് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ട് ഷുഗർ കുറഞ്ഞതുകൊണ്ടാണ്